And welcome to the new video. In this video, I'll be discussing about difference equation representation of LTI system. Okay, LTI system നമുക്കറിയാം ലീനിയർ ടൈം ഇൻവാരിയൻറ്റ് സിസ്റ്റം ആണ്. ഡിഫറൻസ് ഇക്വേഷൻ എന്താണ്, അത് എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ടു റെപ്രസെൻറ്റ് ആൻ LTI സിസ്റ്റം വി ആർ യൂസിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ കണ്ടിന്യൂസ് ടൈം സിസ്റ്റം. നമുക്ക് ഓൾറെഡി അറിയാം കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിൽ ഒരു LTI സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ, LCCDE എന്നാണ് അവിടെ പറഞ്ഞത്. ലീനിയർ കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് ഉപയോഗിച്ചാറ് അല്ലെ. LCCDE ലീനിയർ കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് നമ്മൾ കണ്ടിന്യൂസ് ടൈം LTI സിസ്റ്റത്തിന്റെ റെപ്രസെന്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചാറുണ്ട്. ഓക്കെ, അതേപോലെ നമുക്ക് ഡിഫറൻസ് ഇക്വേഷൻ ക്യാൻ ബി യൂസ് ഇൻ ദ കേസ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം. ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിനെയും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റെപ്രസെന്റേഷനെയാണ് എന്തെന്ന് പറയുന്നത് ഡിഫറൻസ് ഇക്വേഷൻ. ഡിഫറൻസ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു സിഗ്നൽ എക്സ് ഓഫ് എൻ ഉണ്ടെങ്കിൽ ആ എക്സ് ഓഫ് എന്നിൻ്റെ ഷിഫ്റ്റിംഗ് എന്നുള്ള പോലെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എക്സ് ഓഫ് എൻ മൈനസ് കെ എന്നുള്ളതിനാണ് ഡിഫറൻസ് എന്നുള്ള ഉദ്ദേശം വരുന്നത്. ഒരു പാസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ഇത് പ്ലസ് എന്താ പറയുക ഫ്യൂച്ചർ വാല്യൂ പാസ്റ്റ് വാല്യൂ ഒക്കെ ആയിട്ട് എക്സ് ഓഫ് എൻ മൈനസ് കെ അല്ലെങ്കിൽ എക്സ് ഓഫ് എൻ പ്ലസ് കെ എന്നുള്ള രീതിയിലുള്ള തന്നെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷന് പകരം ഇവിടെ ഡിസ്ക്രീറ്റിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു ജനറൽ ഫോമാണ് ഇവിടെ എഴുതിയിട്ടുള്ള ഡിഫറൻസ് ഇക്വേഷൻ. ഇവിടെ y എന്ന് പറയുന്നത് ഔട്ട്പുട്ടും x എന്ന് പറയുന്നത് ഇൻപുട്ടും ആണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. ആ രീതിക്കാണ് എഴുതിയിട്ടുള്ളത്. സിഗ്മ k ഈക്വൽ ടു 0 ടു ക്യാപിറ്റൽ N a k y ഓഫ് n മൈനസ് k ഇസ് ഈക്വൽ ടു സിഗ്മ k ഈക്വൽ ടു 0 ടു m b k x ഓഫ് n മൈനസ് k. അതായത് ലെഫ്റ്റ് സൈഡിൽ എന്തിൻ്റെ സമ്മാണ്? ഡിഫറൻസുകളുടെ ഇതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഓരോ ഡിഫറൻസിനെ വിത്ത് കോഎഫിഷ്യന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതിൻ്റെ സം ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഇൻപുട്ടിൻ്റെ അതേപോലെ. അപ്പോൾ ഈ ഫുൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ടേംസ് y ഓഫ് n മൈനസ് 1 y ഓഫ് n മൈനസ് 2 എന്നുള്ള രീതിയിൽ x ഓഫ് n മൈനസ് 1 n മൈനസ് 2 എന്നുള്ള രീതിയിൽ ഡിഫറൻസ് ടേംസ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ ഡിഫറൻസ് ഇക്വേഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? a0 കൊടുക്കുകയാണെങ്കിൽ a0 y ഓഫ് n, കാരണം കേക്കാണ് വാല്യൂ കൊടുക്കുന്നത്, പ്ലസ് a1 y ഓഫ് n മൈനസ് 1 പ്ലസ് അങ്ങനെ ഭാഗം പോവും. ഏറ്റവും അവസാനത്തെ ടേം വേണമെങ്കിൽ നമുക്ക് എഴുതുകയാണെങ്കിൽ എന്ത് വരും? an അല്ലേ, y ഓഫ് n മൈനസ് ക്യാപിറ്റൽ N. ഇതാണ് ലെഫ്റ്റ് സൈഡിൽ വരിക. അതേപോലെ റൈറ്റ് സൈഡിൽ നമ്മൾ എഴുതുമ്പോൾ എന്ത് വരും? b0 x ഓഫ് n പ്ലസ് b1 x ഓഫ് n മൈനസ് 1 പ്ലസ് എക്സിട്ര. അത് എഴുതി ലാസ്റ്റ് ടേം പറയുമ്പോൾ എന്ത് വരും? bm x ഓഫ് n മൈനസ് m. ഇതാണ് ഒരു ജനറൽ റെപ്രസെൻറ്റേഷൻ, ഡിഫറൻസ് ഇക്വേഷൻ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഡിസ്ക്രീറ്റ് ടൈം LTI സിസ്റ്റംസ്. ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കിവിടെ പറയാം. ഇതിലെ AK ജനറൽ ടേംസ് AK ആൻഡ് BK എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ് പാരാമീറ്റേഴ്സ് ആണ്. ഓക്കെ, കോൺസ്റ്റന്റ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അത് കോൺസ്റ്റന്റ് പാരാമീറ്റേഴ്സ് ആണ് അല്ലെങ്കിൽ കോഎഫിഷ്യൻസ് ആണ്. അതേപോലെ തന്നെ ഇവിടുത്തെ y ഓഫ് 0, y ഓഫ് 0, y ഓഫ് മൈനസ് 1, y ഓഫ് മൈനസ് 2 എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവിടുത്തെ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുക? ഇനീഷ്യൽ കണ്ടീഷൻസ്. നമുക്കറിയാം സൊല്യൂഷൻ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ കണ്ടീഷൻസിൻ്റെ ആവശ്യം വരാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കേസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതും ചെയ്തിട്ടുള്ളതാണ് ലാപ്ലേസ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അതുപോലെ ഇവിടെ y ഓഫ് 0, y ഓഫ് മൈനസ് 1, y ഓഫ് മൈനസ് 2 ഒക്കെ ആയിരിക്കും ഇതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി ഡിഫറൻഷ്യൽ ഇക്വേഷന് സൊല്യൂഷൻ കാണാൻ പോലെ നമുക്ക് ഡിഫറൻസ് ഇക്വേഷൻ്റെ കേസിലും എന്തുണ്ടാവും? സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ നമ്മൾ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ സൊല്യൂഷൻ പറയുകയാണെങ്കിലും അതിന് രണ്ട് പാർട്ടുകളാണ് ഉണ്ടാവുക. ഏതൊക്കെയാണ്? അത് ഓൾറെഡി അറിയുന്നതായിരിക്കാം, എന്നാലും ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നു. രണ്ട് പാർട്ടുകളാണ് സൊല്യൂഷൻ ഉണ്ടായിരിക്കുക. ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ ഹോമോജീനിയസ് റെസ്പോൺസ് ആണ്. സൊല്യൂഷൻ അല്ലെങ്കിൽ റെസ്പോൺസ് എന്ന് പറയാമല്ലോ. ഹോമോജീനിയസ് റെസ്പോൺസ് എന്ന് പറയും. രണ്ടാമത്തേനെ പെർട്ടിക്കുലർ റെസ്പോൺസ് എന്നാണ് പറയുക. പെർട്ടിക്കുലർ റെസ്പോൺസ്. അപ്പോൾ ഇങ്ങനെ രണ്ട് പാർട്ടാണ് നമ്മുടെ മൊത്തം സൊല്യൂഷൻ അല്ലെങ്കിൽ എന്തിനുണ്ടായിരിക്കുക? റെസ്പോൺസിന്. സൊല്യൂഷൻ ഓർ റെസ്പോൺസ് എന്നുള്ള രീതിയിൽ പറയാം. അതിന് രണ്ട് പാർട്സ് ആണ് വരുന്നത്. ഒരു ഹോമോജീനിയസ് റെസ്പോൺസും പിന്നെ അതേപോലെ പെർട്ടിക്കുലർ റെസ്പോൺസും. ഈ ഹോമോജീനിയസ് റെസ്പോൺസിനെ നമുക്ക് വേണമെങ്കിൽ y h ഓഫ് n എന്നുള്ള രീതിയിലൊക്കെ എഴുതാറുണ്ട്. y
എച്ച് ഓഫ് എൻ എന്ന് എഴുതും. അതേപോലെ ഇതിനെ പെർട്ടിക്കുലറിനെ വൈ പി ഓഫ് എൻ അല്ലെങ്കിൽ പി ഐ ഓഫ് എൻ എന്നുള്ള രീതിയിലൊക്കെ എഴുതാം. ഈ ഹോമോജീനിയസ് റെസ്പോൺസിന് തന്നെ വേറെ പറയുന്ന നമ്മളിപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ പെർട്ടിക്കുലർ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സൊല്യൂഷൻ കാണുന്നില്ല പെർട്ടിക്കുലർ ഫംഗ്ഷനായിട്ടാണ് വരിക. ഇതെന്ന് പറയുന്നത് നമ്മുടെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ആയിട്ടാണ് വരിക. ഇത് വേണമെങ്കിൽ അങ്ങനെയും പറയാം, കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ആണ് നമ്മുടെ ഹോമോജീനിയസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ഹോമോജീനിയസ് റെസ്പോൺസിനെ പറയുന്ന വേറൊരു പേരും കൂടി ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഹോമോജീനിയസ് റെസ്പോൺസിനെ നമ്മൾ എന്തുകൂടി വിളിക്കാറുണ്ട്? സീറോ ഇൻപുട്ട് റെസ്പോൺസ് എന്ന് വിളിക്കാറുണ്ട്. സീറോ ഇൻപുട്ട് റെസ്പോൺസ് ഓർ ZIR എന്നുള്ള രീതിയിൽ വിളിക്കും. മറ്റേതിനപ്പം എന്താ വിളിക്കുക? ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. സീറോ സ്റ്റേറ്റ് റെസ്പോൺസ് എന്നും വിളിക്കും. അതേപോലെ തന്നെ ഇതിനൊരു പേരും കൂടി പറയാറുണ്ട്, നമ്മൾ ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. സീറോ ഇൻപുട്ട് റെസ്പോൺസിന് നമ്മൾ പറയാം നാച്ചുറൽ റെസ്പോൺസ് എന്നും കൂടി പറയാറുണ്ട്. നാച്ചുറൽ റെസ്പോൺസ് എന്നും പറയും. മറ്റേതിനെ നമ്മളിപ്പോൾ എന്തായിരിക്കും? ഫോഴ്സ് റെസ്പോൺസ് എന്നും പറയും. ഓക്കെ, ഈ ടേമുകളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളുടെ മൊത്തം റെസ്പോൺസിനെ രണ്ടായിട്ട് പറയാം, ഹോമോജീനിയസ് റെസ്പോൺസ് ആൻഡ് പെർട്ടിക്കുലർ റെസ്പോൺസ്. ഹോമോജീനിയസിനെ തന്നെ പറയുന്നതാണ് സീറോ ഇൻപുട്ട് റെസ്പോൺസ് അല്ലെങ്കിൽ നാച്ചുറൽ റെസ്പോൺസ്. പെർട്ടിക്കുലറിനെ സീറോ സ്റ്റേറ്റ് റെസ്പോൺസ് അല്ലെങ്കിൽ ഫോഴ്സ്ഡ് റെസ്പോൺസ് എന്നാണ് പറയുക. കാരണം പെർട്ടിക്കുലർ റെസ്പോൺസ് ഫോർ എ പെർട്ടിക്കുലർ ഇൻപുട്ട് ആണ്, ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് നോൺ ആസ് ദ ഫോഴ്സ്ഡ് റെസ്പോൺസ്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് കൊടുത്തിട്ട് ഉള്ള കേസാണ്. ഇപ്പുറത്ത് എന്തില്ല? ഇൻപുട്ട് ഇല്ല. ഇവിടുത്തെ കേസിൽ സ്റ്റേറ്റ് ആണ് സീറോ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഡിഫറൻസ് ഇക്വേഷൻ റെപ്രസെൻറ്റേഷൻ ഓഫ് LTI സിസ്റ്റത്തിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഓക്കെ.